പലപ്പോഴും ഈ 491 കുറിച്ച് പറയുമ്പോൾ ആപ്ലിക്കൻസിന്റെ ഒരു ധാരണ അവര് ഒരുപാട് റിമോട്ട് ഏരിയകളിൽ ജീവിക്കേണ്ടി വരും അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ധാരണയാണ്. അതിൽ എന്താണ് യാഥാർത്ഥ്യം? ഞാൻ സൂചിപ്പിച്ച പോലെ പ്രധാനമായിട്ട് സിഡ്നി, മെൽബൺ, ബ്രിസ്ബൻ ഈ 3 സിറ്റികളിലെ പ്രധാനപ്പെട്ട കുറെ പോസ്റ്റ് കോഡുകൾ ഒഴികെ ബാക്കി എല്ലാം റീജിയണൽ ഏരിയ പോസ്റ്റ് കോഡുകളായിട്ട് റീജിയണൽ സിറ്റീസ് ആയിട്ടും ഒക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റേൺ ഓസ്ട്രേലിയ, അതിന്റെ ക്യാപിറ്റലിൽ നിന്ന് പെർത്ത് റീജിയണൽ ഏരിയയാണ്. സൗത്ത് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ആഡ്ലേഡ് റീജിയണൽ ഏരിയയാണ്. ആ സ്റ്റേറ്റ് മൊത്തം റീജിയണൽ ഏരിയയാണ്. മറ്റൊന്ന് നോർത്തേൺ ടെറിട്ടറിയുടെ ക്യാപിറ്റൽ ഡാർവിൻ റീജിയണൽ ഏരിയയാണ്. പിന്നെ ടാസ്മാനിയയുടെ ക്യാപിറ്റൽ ഹൊബാർട്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഈ ബാക്കി എല്ലാ സ്റ്റേറ്റിന്റെയും ക്യാപിറ്റലുകൾ റീജിയണൽ ഏരിയ. ഏറ്റവും ഓസ്ട്രേലിയയുടെ ഈ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി ACTയുടെ ആസ്ഥാനമായിട്ടുള്ള ക്യാൻബറ റീജിയണൽ ഏരിയയാണ്. ഗോൾഡ് കോസ്റ്റ് ഏറ്റവും വലിയ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. റീജിയണൽ ഏരിയ. സൺഷൈൻ കോസ്റ്റ് റീജിയണൽ ഏരിയ. അതുപോലെ പ്രധാനപ്പെട്ട നല്ല വലിയ പട്ടണങ്ങളൊക്കെ റീജിയണൽ ഏരിയയിലാണ്. റോക്കാംപ്ടൺ ക്വീൻസ്ലാൻഡിലെ റോക്കാംപ്ടൺ, ഗ്ലാഡ്സ്റ്റൺ അങ്ങനെയൊക്കെയുള്ള റീജിയണൽ പട്ടണങ്ങളുണ്ട്. അതൊക്കെ അവിടങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെ, ഇന്ത്യക്കാരുൾപ്പെടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് തരത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥയോടൊക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഈ പറഞ്ഞ കൂട്ട് മൈഗ്രൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 3 പർട്ടിക്കുലർ ബിഗ് സിറ്റീസിന്റെ കുറെ പോസ്റ്റ് കോഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒബ്വിയസ്ലി വേറെ ഈ പറഞ്ഞ കൂട്ട് വളരെ റിമോട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പോസ്റ്റ് കോഡുകൾ ഒക്കെ റീജിയണൽ ഏരിയയിൽ വരും. അവിടെയൊക്കെ പോയി ജോലി ചെയ്യുക കുറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസങ്ങൾ വരും. പലയിടത്തും പല ഇൻസെന്റീവ്സും കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള തൊഴിലാളികൾ ഈ എംപ്ലോയീസിന് അവർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പല തരത്തിലുള്ള ഇൻസെന്റീവ്സും കൊടുക്കും. ഈ 190ലുള്ള എന്ത് കണ്ടീഷനാണ് അഡീഷണൽ 189 വെച്ച് നോക്കാം? 190യുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഏത് സ്റ്റേറ്റ് ആണോ നോമിനേറ്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ 2 വർഷം താമസിച്ചിരിക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ 5 വർഷത്തിൽ. 5 വർഷത്തേക്കാണ് 190 ആയാലും 189 ആയാലും നമുക്ക് വിസ കിട്ടുന്ന 5 വർഷത്തേക്കാണ്. പക്ഷെ അതിൽ ആദ്യത്തെ 2 വർഷം 190 ആണെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണോ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ നിങ്ങൾ താമസിച്ചിരിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല.